ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാം ചോദ്യം. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപകമായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. റിപ്പബ്ലിക് എന്ന ആശയത്തിന്റെ പിറവി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. ഓക്കെ, പിന്നെ ആൻസർ കമന്റ് ചെയ്ത്. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ശരിയായവ. പിള്ളേരെ 1 ഉം 4 ആൻസർ അല്ലെ? 1 ഉം 4 ആൻസർ. ഓപ്ഷൻ ഡി വരും. ഓക്കെ, റഷ്യൻ വിപ്ലവം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ CPO പരീക്ഷിക്കുക റഷ്യൻ വിപ്ലവമാണ് ചോദിച്ചത്. CPO പരീക്ഷിക്കുക റഷ്യൻ വിപ്ലവമാണ് ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ആണ് റഷ്യൻ വിപ്ലവം. ഓക്കെ, പഠിക്കുക. ഓപ്ഷൻ ഡി. അതായത് ഇതില് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി എന്ന് പറയുന്ന തെറ്റാണ്. കാരണം അതിലൊരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? ഒന്നാം ലോക മഹായുദ്ധമാണ് അല്ലെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അത് തെറ്റാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. അപ്പൊ അത് നോക്കുക. ഇന്ത്യൻ നാഷണൽ 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തി. 3 തവണ അധ്യക്ഷനായ ആദ്യ വ്യക്തിയാണ് ചോദ്യം. പറയുമ്പോൾ കമന്റ് ചെയ്യണേ, ചാടിക്കറി കമന്റ് ചെയ്യരുത്. ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ്. എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം കൊടുക്കട്ടെ. ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ചെയ്ത് ഗ്രൂപ്പിൽ ഫോട്ടോ ഇടണമെന്ന്. ഇനിയും പകുതിയോളം ആൾക്കാർ ചെയ്യാണ്ടല്ലോ. നിങ്ങളത് പറഞ്ഞ കൃത്യത്തിൽ ചെയ്യണം കേട്ടോ പിള്ളേരെ. മനസ്സിലായി? അത് കൃത്യമായി നിങ്ങൾ ചെയ്യണം. മടി കാണിക്കരുത് അതില്. അടുത്ത്, ലിയാഖത്ത് അലി ഖാന്റെ ജീവചരിത്രം രചിച്ച കേരള നേതാവ്. ലിയാഖത്ത് അലി ഖാന്റെ ജീവചരിത്രം രചിച്ച കേരളത്തിലെ നേതാവാണെന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇദ്ദേഹം നമ്മളെ നിഷാ സാറ് ക്ലാസ് എടുത്തു തോന്നുന്നു ഈ ടോപ്പിക്ക്. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി CH മുഹമ്മദ് കോയയാണ്. CH മുഹമ്മദ് കോയയാണ്. ഓക്കെ, ലിയാഖത്ത് അലി ഖാന്റെ ജീവചരിത്രം രചിച്ച കേരളത്തിലെ നേതാവാണ് ആര്? CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത്, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളുടെ പേര് കാലഗണനാ ക്രമത്തിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, കാലഗണനാ ക്രമത്തിൽ ശരിയായത് ഏതെന്നാണ് എഴുതേണ്ടത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളിൽ. സമയം എടുത്ത് വായിച്ച് ഉത്തരം എഴുതിയാൽ മതി. വായിച്ചു നോക്കുക. നമുക്ക് 2 വർഷം വെട്ടിക്കളയാൻ പറ്റും. 2 വർഷം വെട്ടിക്കളയാൻ പറ്റും. ഉത്തരം കിട്ടിയിട്ട് കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. സി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു എങ്ങനെ 2 വർഷം വെട്ടിക്കളയാന്ന് പറഞ്ഞു. എങ്ങനെ 2 വർഷം വെട്ടിക്കളയാൻ പറ്റുന്നേ? ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർത്ത സത്താറ ആയതുകൊണ്ട് സത്താറ ഫസ്റ്റ് അല്ലാത്ത 2 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കളയാം. ഞാൻ പറയാൻ മനസ്സിലായ? സത്താറ ഫസ്റ്റ് അല്ലാത്ത 2 ഓപ്ഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ഓപ്ഷൻ വെട്ടിക്കളയാം. അതായത് ബി ഓപ്ഷനും ഡി ഓപ്ഷനും വെട്ടിക്കളയാം. ഓക്കെ, പിന്നെ അവസാനത്തത് ഔദാണ് അല്ലേ? അപ്പം അത് കണ്ട, അത് രണ്ടും ഒരുപോലെ ഇട്ടിട്ടുണ്ട്. എയും സിയും ആദ്യത്തതും അവസാനത്തതും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ ആണത് സത്താറ, ജയ്താംപൂര്, ഝാൻസി, ഔദ്. ഓക്കെ, സത്താറ, ജയ്താംപൂര്, ഝാൻസി, ഔദാണ്. സി ഓപ്ഷൻ ആണ് ആൻസർ. സി ഓപ്ഷൻ. ഓക്കെ, അടുത്ത 5ാം ചോദ്യം. വിമോചന സമരത്തിന് കാരണമായ ബില്ലുകൾ ഏതൊക്കെ? ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. വിമോചന സമരത്തിന് കാരണമായ ബില്ലുകൾ ഏതൊക്കെ? കാർഷിക ബന്ധ ബില്ല്, വിദ്യാഭ്യാസ ബില്ല്, കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ബില്ല്, പ്രാഥമിക ആരോഗ്യ ബില്ല്. ഓക്കെ, ഏതൊക്കെയാണ് എന്ന് ഉത്തരം കിട്ടിയവര് ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ ഓപ്ഷൻ ബി വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിമോചന സമരത്തിന് കാരണമായ ബില്ലുകള് ഏതൊക്കെയെന്ന്? ഒന്ന് കാർഷിക ബന്ധ ബില്ല്, വിദ്യാഭ്യാസ ബില്ല്, കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ബില്ല്. ഇത് 3 കേട്ടാ. ഈ വിമോചന സമരം ഏത് വർഷമായിരുന്നു? വിമോചന സമരം 1959. 1959 അല്ലേ? ഓക്കെ, ഈ സമരത്തെ തുടർന്നാണ് ഏത് സർക്കാർ ഇറങ്ങിയത്? EMS സർക്കാർ പുറത്തായത് ഈ സമരത്തെ തുടർന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കേരള ചരിത്രം പഠിച്ചപ്പോഴേ. ഓക്കെ, മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം. ഒഡീഷ, ജാർഖണ്ഡ്, ഒഡീഷ ബംഗാള്, ഒഡീഷ ആന്ധ്രാപ്രദേശ്, ഒഡീഷ ഛത്തീസ്ഗഡ്. ഉത്തരം കിട്ടിയിട്ട് കമന്റ് ചെയ്തേ.
അവിടെ ഓപ്ഷൻ ഡി ഒഡീഷ ഛത്തീസ്ഗഡ് ആണ്. മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷയും ഛത്തീസ്ഗഡുമാണ്. ഒഡീഷയും ഛത്തീസ്ഗഡുമാണ്. താഴെ കൊടുത്തതിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം എന്നാണ് ചോദ്യം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം. കമന്റ് ചെയ്തേ പെട്ടെന്ന്. ഈസി ക്വസ്റ്റ്യൻ ആണ്. കര അതിർത്തി മാലിദ്വീപിന് എന്തില്ല? മാലിദ്വീപിന് കര അതിർത്തി ഇല്ല. കര അതിർത്തി അല്ല, അവിടെ സമുദ്ര അതിർത്തിയാണ് വരുന്നത് അല്ലേ? മാലിദ്വീപിന് എന്താ വരുന്നത്? സമുദ്ര അതിർത്തിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഓപ്ഷൻ ബി മാലിദ്വീപാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, ചുവടെ നൽകിയവയിൽ തെറ്റായവ കണ്ടെത്തുക. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഝലം. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ ഉള്ളത്? കിട്ടിയില്ല ആർക്കും? വളരെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഝലം. അത് തെറ്റാണ്. ഓക്കെ, കാരണം അതിന്റെ ആൻസർ ഏതാ? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ബിയാസ് ആണ് അല്ലേ? ബിയാസ് ആണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി. ബാക്കി മൂന്നും കറക്റ്റ് ആണ് കേട്ടോ. അതായത് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്, അത് ശരിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്, അത് ശരിയാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്, അത് ശരിയാണ്. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഝലം, അത് തെറ്റാണ്. അതിന്റെ ആൻസർ ഏതാണ് കുട്ടികൾ? ബിയാസ് കേട്ടോ. ഓക്കെ, അടുത്ത്, കേരളത്തിൽ കടൽത്തീരം കൂടുതലുള്ള ജില്ല. കടൽത്തീരം കൂടുതലുള്ള ജില്ല പെട്ടെന്നായിക്കോട്ടെ. ഓപ്ഷൻ സി കണ്ണൂര്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. കണ്ണൂരാണ് കേട്ടോ, കണ്ണൂര്. ഓക്കെ, ചുവടെയുള്ള സൂചനകളിൽ നിന്ന് രാജ്യത്തെ തിരിച്ചറിയുക. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ രാജ്യം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതങ്ങളിൽ ഒന്നായ ടേബിൾ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. വജ്രഖനിയായ കിംബർലി സ്ഥിതി ചെയ്യുന്ന രാജ്യം. സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഓക്കെ, രാജ്യം കണ്ടുപിടിച്ചോ നിങ്ങള്? ആ രാജ്യം കണ്ടുപിടിച്ച ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്കയാണ് അല്ലേ? ദക്ഷിണാഫ്രിക്കയാണ് ആൻസർ. ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേറ്റത്തെ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതങ്ങൾ ഒന്നായ ടേബിൾ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. അതുപോലെ വജ്രഖനിയായ കിംബർലി വജ്രഖനിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്ത് നിന്ന്? കിംബർലി വജ്രഖനി ദക്ഷിണാഫ്രിക്കയിലാണ്. സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് ഏത്? ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്ന രീതി ഏതാണ് ചോദ്യം. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുമ്പായിട്ട് മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുന്ന ചോദ്യം ഏതാണ് ചോദ്യം. ഏത് ആൻസർ? പിള്ളേരെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ജെറി മാൻഡറിംഗ് ആണ് കേട്ടോ. ജെറി മാൻഡറിംഗ്. ഓക്കെ, നിങ്ങൾ ഡീലിമിറ്റേഷൻ എഴുതരുത്. ജെറി മാൻഡറിംഗ് ആണ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ജെറി മാൻഡറിംഗ്. ഓക്കെ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ചോദ്യം? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജെറി മാൻഡറിംഗ് കേട്ടോ. പഠിക്കുക, വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, എക്സിക്യൂട്ടീവിനെ, അത് മനസ്സിലായല്ലോ എന്താണ് ജെറി മാൻഡറിംഗ് എന്ന്. ഇപ്പൊ ഞാന് ഒരു മണ്ഡലത്തെ ഭരിക്കുന്നു. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഞാൻ എന്റെ മണ്ഡലത്തെ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ജെറി മാൻഡറിംഗ്. ഓക്കെ, എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ. ഈസി ക്വസ്റ്റ്യൻ, കമന്റ് ചെയ്തേ. ഏതാണ്? നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിനുമായി വേർതിരിക്കുന്ന ആർട്ടിക്കിൾ 50 ആണല്ലേ? ആർട്ടിക്കിൾ 50. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 50 ആൻസർ. ഓക്കെ, അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഏത് ഭാഗത്താണ് PSC യെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? PSC. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. PSC ഏത് പാർട്ടിലാ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ സി ഭാഗം 14. ഓപ്ഷൻ സി ഭാഗം 14ലാണ് PSC യെ കുറിച്ച് പറയുന്നത്. ഭാഗം 14 പഠിച്ചിട്ടുണ്ട്. ഭാഗം 14 ഏത് മുതൽ ഏത് വരെയാണ് PSC? 315 മുതൽ 323 വരെ അല്ലെ? 315 മുതൽ 323 വരെയാണ് എന്ത്? PSC. ഓക്കെ, ശരി. അടുത്ത 14ാം ചോദ്യം. പൗരത്വ ഭേദഗതിയെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദ്യം. പൗരത്വ ഭേദഗതിയെ അനുകൂലിച്ച് അഭിനന്ദനം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദ്യം. ഓക്കെ, പൗരത്വ ഭേദഗതി ഞാൻ ക്ലാസ് ഇട്ടതാ. പൗരത്വ ഭേദഗതി
ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തേ. ഉത്തരം അറിയാമെങ്കിൽ ഏതാ പിള്ളേരെ? ഓപ്ഷൻ ഡി ഗോവയാണ്. ഗോവയാണ് ആൻസർ. ഗോവ ഗോവ ഗോവ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലും തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 24 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെ. കമന്റ്. ഓപ്ഷൻ സി തെറ്റ്. സ്വാതന്ത്ര്യത്തിന് അവകാശം 19 മുതൽ 24, അത് തെറ്റ്. ഏത് വരെയാ? 19 മുതൽ 19 മുതൽ ഏത് വരെ പിള്ളേർ? 19 മുതൽ 22 വരെയാണ് അല്ലേ? 19 മുതൽ 22 വരെയാണ് ഏത് വരുന്നത്? സ്വാതന്ത്ര്യം വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് തെറ്റ്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതെന്നാണ് ചോദ്യം. കമന്റ്. ഓപ്ഷൻ സി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29-ലും 30-ലും പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഏത്? ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം പറയുന്നത്. ഓക്കെ. യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളാണ് ഉള്ളത്? യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളെന്നാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ 97 വിഷയങ്ങളാണ്. 97 വിഷയങ്ങളാണ് ഇതിലുള്ളത്, യൂണിയൻ ലിസ്റ്റിലുള്ളത്. 97 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റില്. ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര ഉണ്ട്? സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 സ്റ്റേറ്റ് ലിസ്റ്റില്. കൺകറന്റിൽ എത്രയാ? കൺകറന്റ് ലിസ്റ്റില് 52 കൺകറന്റ് ലിസ്റ്റിൽ കേട്ടോ. 97 യൂണിയൻ ലിസ്റ്റ് 97. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റിൽ 61, കൺകറന്റ് ലിസ്റ്റിൽ 52. ഈ 3 പഠിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 97 യൂണിയൻ, 61 സ്റ്റേറ്റ്, 52 കൺകറന്റ്. ഓക്കെ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏത്? നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. കമന്റ്. ഓപ്ഷൻ എ മൗലിക അവകാശം. ഓപ്ഷൻ എ മൗലിക അവകാശം കേട്ടോ. മൗലിക അവകാശം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. കമന്റ് ചെയ്തേ. അത് കുറെ 7 പിറകെ പോയിട്ടുണ്ട്. വിട്ടോ 7 പിറകെ പൊക്കോ കേട്ടോ. ഇപ്പൊ കിട്ടും മാർക്കും 2 ജോലിയും തരും നിങ്ങൾക്ക്. ഓപ്ഷൻ സി സേവന മേഖലയാണ്. സേവന മേഖല. കേരളമാ ചോദിക്കുന്നത്. കേരളം. ഇന്ത്യ ആവുമ്പോഴാണ് ഏത് വരുന്നേ? ഇന്ത്യ ആവുന്ന സമയത്താണ് പിള്ളേരെ കാർഷിക മേഖല വേണം. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യക്ക് കാർഷിക മേഖലയും അതുപോലെ കേരളത്തിന് സേവന മേഖലയുമാണ്. ഇന്ത്യക്ക് കാർഷിക മേഖലയും കേരളത്തിന് സേവന മേഖലയും. ഓക്കെ. കൊണ്ടുപോവുകയാണ്. ഹോയ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് പോവുകയാണ്. അടുത്ത ചോദ്യം. തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. തെറ്റായ ജോഡി. 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മാതൃക. 1ാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മാതൃക. 4ാം പഞ്ചവത്സര പദ്ധതി DD ദർ മാതൃക. 3ാം പഞ്ചവത്സര പദ്ധതി മെഹലനോബിസ് മാതൃക. ഉത്തരം കമന്റ് ചെയ്തേ. പിള്ളേരെ 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മാതൃക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തതിൽ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട തെറ്റായ തിരഞ്ഞെടുക്കുക. വാങ്ങൽ ശേഷി കുറയുന്നു. സാമ്പത്തിക വളർച്ചയാണ്. വാങ്ങൽ ശേഷി കുറയുന്നു. കാർഷികോൽപാദനം കൂടുന്നു. വ്യാവസായിക ഉൽപാദനം കൂടുന്നു. സേവന മേഖല വളരുന്നു. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കമന്റ് ചെയ്യുക. ഏതാ പിള്ളേരെ? പിള്ളേരെ ഓപ്ഷൻ എ വാങ്ങൽ ശേഷി കുറയുന്നതാണ് ആൻസർ. നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? വാങ്ങൽ ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? വാങ്ങൽ ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വാങ്ങൽ ശേഷി കുറയുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ഓക്കെ.
അടുത്ത് താഴെ നൽകിയതിൽ ഉദാരവൽക്കരണത്തിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതൊക്കെ? ഉദാരവൽക്കരണത്തിന്റെ ലക്ഷ്യമല്ലാത്ത ഏതൊക്കെ എന്നാണ് ചോദ്യം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ കടബാധ്യത കുറയ്ക്കുക, വിദേശ മൂലധനം കുറവ് വരുത്തുക, ആഭ്യന്തര വ്യവസായത്തിൽ മത്സരം കുറയ്ക്കുക. ഉദാരവൽക്കരണത്തിന്റെ ലക്ഷ്യമല്ലാതാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളിത് പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. പിള്ളേരെ ഏതാണ് ലക്ഷ്യമല്ലാത്തത്? പിള്ളേരെ 3ഉം 4ഉമാണ് അല്ലെ? 3ഉം 4ഉം. അതായത് വിദേശ മൂലധനം കൂട്ടാനാണ് പറയുന്നത്. വിദേശ മൂലധനം കൂട്ടാനാണ് പറയുന്നത്. ആഭ്യന്തര വ്യവസായത്തിൽ മത്സരം കുറയ്ക്കാനല്ല, മത്സരബുദ്ധി കൂട്ടാനാ പറയുന്നത്. ഓക്കെ, അപ്പൊ വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ കടബാധ്യത കുറയ്ക്കുക, വിദേശ മൂലധനം കുറവ് വരുത്തുകയല്ല കൂട്ടുക, അതുപോലെ ആഭ്യന്തര വ്യവസായത്തില് മത്സരം കുറയ്ക്കാനല്ല കൂട്ടാനാ പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത്, ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റി ആ രാജ്യത്തിന്റെ കറൻസിയുടെ ആണ് മൈക്കോണാക്കിയത്. ജിൻഷി മൈക്ക് ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റി ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതിനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ LDCക്ക് ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് കഴിഞ്ഞ LDCയുടെ ചോദ്യമാണത്. പറഞ്ഞ ഏതാ ആൻസർ? ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യനാ. വളരെ സ്ഥിര വിനിമയ നിരക്ക്. സ്ഥിര വിനിമയ നിരക്ക് നമുക്ക് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട്. അതായത് റിപ്പോ, റിവേഴ്സ് റിപ്പോ, പിന്നെ ഈ പറഞ്ഞ സ്ഥിര വിനിമയ നിരക്ക്, അങ്ങനെ കുറച്ച് സാധനം പഠിക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ എക്കണോമിക്സിൽ നമ്മൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം കംപ്ലീറ്റ് ആവാറായത്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ധാതുക്കളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഞാനേ പഠിക്കാവുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ടേംസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അത് നമ്മൾ അടുത്ത ദിവസമായിട്ട് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഭാഗം സെറ്റ് ആവും. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ ടൈഫോയിഡിന്റെ രോഗനിർണയ ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദ്യം. ടൈഫോയിഡിന്റെ രോഗനിർണയ ടെസ്റ്റ്. ടൈഫോയിഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. വൈറ്റൈ എന്ന് പഠിച്ചിട്ടുണ്ട്. വൈഡൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് അല്ലേ? ടൈഫോയിഡിൻ്റെത് വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ്. ഓക്കെ. ശരീരത്തിന്റെ ഏത് അവയവത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? നിങ്ങൾ 2 ദിവസം പഠിച്ചിട്ട് ഓപ്ഷൻ സി വൃക്കയാണ് അല്ലേ? വൃക്കയാണ്. ഓക്കെ, വൃക്കയാണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഏതാണ്? വൃക്കയാണ്. ഈ അനു കുറച്ച് ദിവസം അല്ലേ ക്ലാസ്സിന് അറിയില്ല? അനു എല്ലാ ദിവസം കേറുന്നില്ലേ? അനു സിയാർ പോയാ? നാട്ടിലില്ലായിരുന്നു. ഓക്കെ, ക്ലാസ് പരമാവധി അറ്റൻഡ് ചെയ്യണം കേട്ടോ. ശരി. ആരോഗ്യകരമായ ജീവിതത്തിനായി ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, മേൽപ്പറഞ്ഞവയെല്ലാം. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. ഇതെല്ലാം ചെയ്യണം. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? ആവശ്യത്തിന് ഉറങ്ങാറുണ്ടോ? നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങണം പിള്ളേരെ. ആവശ്യത്തിന് വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാറില്ല. മൂത്രമൊഴിക്കാൻ പോലുള്ള മടി കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന ടീമുകളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സമൂഹം പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം. ഓക്കെ, പിന്നെ ജങ്ക് ഫുഡിൽ ഒഴിവാക്കുക. ജങ്ക് ഫുഡ് അതിനെ ഒഴിവാക്കാറുണ്ടോ നിങ്ങള്? അത് ഞാനിപ്പോ ഒരു ദിവസം കുറച്ച് കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര ഈ ഫുഡ് ഭയങ്കര ഇതാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തുള്ള ഫുഡൊക്കെ കഴിക്കുക. ഞാനിപ്പോ കുറച്ചുകൊണ്ട് വരികയാണ്. ഇല്ല, ഇനി അതിനുശേഷം നമ്മള് അതിനുശേഷം ഒരിക്കലും കണ്ടേ പോയല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ. ആ വീഡിയോ ഇട്ടതിനു ശേഷം അതില് 2 കണ്ണ് എങ്ങോട്ട് പോയെന്ന് ഇപ്പോഴും അറിയത്തില്ല. മീനിന്റെ അന്ന് വാച്ച മീനിന്റെ. താഴെ കൊടുത്തതിൽ ശുദ്ധരക്തം വഹിക്കുന്നവ ഏതൊക്കെയെന്നാണ് കേട്ടാ. ശുദ്ധരക്തം. മഹാധമനി, ശ്വാസകോശ ധമനി, അധോമഹാസ്ഥിര, ശ്വാസകോശ സ്ഥിര. നല്ലൊരു ചോദ്യമാണ്. ശുദ്ധരക്തം കണ്ടുപിടിച്ചേ. ശുദ്ധരക്തം മഹാധമനിയിൽ ശുദ്ധരക്തമാണോ? മഹാധമനിയിലാണോ? അയോട്ട. അയോട്ടയിൽ ശുദ്ധരക്തമാണ്. ശ്വാസകോശ ധമനിയിൽ ശുദ്ധരക്തമാണോ? അല്ല, ശ്വാസകോശ ധമനിയിൽ അശുദ്ധ രക്തമാണ്. അധോമഹാസ്ഥിരയിൽ ശുദ്ധരക്തമാണോ? അല്ല, അധോമഹാസ്ഥിരയിൽ അശുദ്ധ രക്തമാണ്. ഓക്കെ, ശ്വാസകോശ സ്ഥിരയിൽ ശുദ്ധരക്തമാണോ?
അതെ, ശ്വാസകോശസ്ഥിരയിൽ ശുദ്ധരക്തമാണ്. ഓക്കെ, അവിടെ 1ഉം 4ഉമാണ് ആൻസർ. 1ഉം 4ഉമാണ് ആൻസർ. ഓക്കെ, അടുത്ത 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്. 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന് 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്. കമന്റ് ചെയ്ത ഏത് ആൻസർ? അപ്പോൾ ഓപ്ഷൻ ഡി 1 ജൂൾ ആണ്. ഓപ്ഷൻ ഡി 1 ജൂൾ ആണ്. 1 ജൂൾ ആണ്. 1 ജൂൾ. ഓക്കെ, ശരി. എടാ, നമ്മൾ ഈ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ചോദ്യങ്ങള് ഈ രീതിയിൽ പ്രസന്റേഷൻ വെച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ടീച്ചർമാരിയോട്. അതായത് ലാസ്റ്റ് ഒരു ഇനിയൊരു സമയത്ത് കേട്ടാ പ്രസന്റേഷൻ വെച്ച് റിവിഷൻ ക്ലാസ് പോലെ എടുത്തു തരാം. ഓക്കെ, ശരി. അപ്പോഴത് അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് അത് ഉടനെ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ വെച്ചിട്ട് 10th ലെവൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, ഓളൊക്കെ എടുത്തോ. അടുത്ത് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കൂടുന്നു, കുറയുന്നു, മാറ്റമില്ലാതെ തുടരുന്നു, കുറയുകയോ കൂടുകയോ ചെയ്യുന്നു. വളരെ ഏതാ? ഓപ്ഷൻ ബി കുറയുന്നു അല്ലെ. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. വിസ്കോസിറ്റി കുറയുന്നു. അടുത്ത് താഴെ കൊടുത്തതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ്. പ്രകാശ വേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. പ്രകാശ വേഗം ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. ഇതില് ശരിയല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയല്ലാത്ത കണ്ടെത്തണം. ശരിയല്ലാത്ത എന്താണ്? പിള്ളേരെ ഏതാ? ഓപ്ഷൻ എ 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അതായത് പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത തെറ്റ്. കാരണം പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമമാണ് ഏത്? ശൂന്യത. അടുത്ത് പ്രകാശവേഗം ഏറ്റവും ഇവിടെ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് പിള്ളേരെ? തെറ്റാണ്. ഓക്കെ, 2ഉം 4. അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിട്ടാനിയം ലോഹ സങ്കരത്തിൽ ഇല്ലാത്ത ലോഹം ഏതാണ്? ബ്രിട്ടാനിയം. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. അങ്ങനെ അറിയോ ബ്രിട്ടാനിയം? ഈ ലോഹ സങ്കരങ്ങളുടെ ഒരു ക്ലാസ് കേട്ടോ നമ്മള് ചാനലിൽ തന്നെ ആ പേരിന് കിടക്കണമെന്ന് തോന്നുന്നു. വീഡിയോയുടെ ഒരു പേര് ലോഹ സങ്കരങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പോയേടാ എല്ലാവരും? അത് ഉത്തരം അറിഞ്ഞോണ്ട് കമന്റ് ചെയ്യാത്തയാണ്. പിള്ളേരെ നമ്മൾ അവന്റെ ഓസ്കാർ അവാർഡൊക്കെ പറയുന്നുണ്ടോ ഇതില്? അത് തന്നെ. ആ വീഡിയോ ഒന്ന് കണ്ടോണേ നിങ്ങള്. ലോക സങ്കരങ്ങളെ കുറിച്ചൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാ? അവിടെ സി കൊബാൾട്ട് ആണ് കേട്ടോ. കൊബാൾട്ട്. ഓപ്ഷൻ സി കൊബാൾട്ട് ആണ്. അറിഞ്ഞോത്ത് എഴുതണ്ട നിങ്ങൾ, അതിനെ നല്ലത്. ഓക്കെ, നെഗറ്റീവ് ഞാൻ നോക്കി, നിങ്ങളുടെ പേപ്പറൊക്കെ നോക്കി. അങ്ങനെ വലുതായിട്ട് നെഗറ്റീവ് ഒന്നും ആക്കുമില്ല. കിട്ടിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ വലിയ നെഗറ്റീവ് ഒന്നും ആക്കുമില്ല. 3 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ മാക്സിമം കണ്ടത് ഒരു 8 ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയ ആൾക്കാരുണ്ട്. 40. അതൊക്കെ കൂടുതലാണ് കേട്ടോ. 40 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോഴേ. ഓക്കെ, തീരെ അങ്ങനെ നെഗറ്റീവ് ആക്കരുത് കേട്ടോ. നമ്മളിപ്പോ ചെയ്യുന്നത് അങ്ങനെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല ചെയ്യുന്നത്. അതിലൊന്നും വലിയ നെഗറ്റീവ് ആക്കരുത് നിങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നുയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് ഒരു ക്വസ്റ്റ്യനും വേണ്ടല്ലേ. 32. താഴെ തന്നിരിക്കുന്നതിൽ സാധ്യമല്ലാതെ സബ്ഷെൽ ഏതാണ് ചോദ്യം? സാധ്യമല്ലാതെ സബ്ഷെല്. അവിടെ ഓപ്ഷൻ ഡി 3F ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 3F ആണ് കേട്ടോ. 3F ആണ് ആൻസർ. ഓക്കെ, അടുത്ത് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് പോകും തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബോയിൽ നിയമം മർദ്ദം കുറയുമ്പോൾ വാതകം വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ചാൾസ് നിയമം താപനില കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ബോയിൽ നിയമം മർദ്ദം കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അടുത്ത ഡി ചാൾസ് നിയമം താപനില കുറയുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ഏതൊരു ആൻസർ? അവിടെ ഒരു ഓപ്ഷൻ എ ആണ്. ബോയിൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. മുകളിലേക്ക് വരുംതോറും, അതായത് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന ഒരു വായു കുമിള അത് മുകളിലേക്ക് വരുംതോറും എന്ത് ചെയ്യുന്നു കുട്ടികളെ? വലുതായി വരുന്നതിന് കാരണം
മുകളിലേക്ക് വരുന്നതോറും മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും. അത് ഏത് ലോയാണ്? അത് ബോയിൽ ലോയാണ്, ബോയിൽ നിയമമാണ്. ഓക്കെ. അടുത്ത്, ചുവടെ നൽകിയവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഗോൾഫ് കളിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേരാണ് കോഴ്സ്. കോഴ്സ്. നെറ്റ് കട്ടായെങ്കിൽ പൊക്കോ. ഇനി 6 ദിവസങ്ങളുണ്ട്. ഒരു ബേസ്ബോൾ ടീമിലെ ആകെ കളിക്കാരുടെ എണ്ണം 9. ബേസ്ബോൾ കളിക്കുന്ന സ്ഥലമാണ് ഡയമണ്ട്. ക്യൂൻസ്ബെറി നിയമങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഇനമാണ് ഷൂട്ടിങ്. ഇത്ര കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി ഷൂട്ടിംഗ് ആണ്. ഈ ചോദ്യം പല ആൾക്കാരും എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഓപ്ഷൻ അറിയാന്നുള്ളത് കൊണ്ടല്ല. ഇതിൽ പല ആൾക്കാർക്കും അറിയത്തില്ല. ഗോൾഫ് കളിക്കുന്ന സ്ഥലം കോഴ്സ് ആണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. ബേസ്ബോൾ നടക്കുന്ന സ്ഥലം ഡയമണ്ട് ആണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം ക്യൂൻസ്ബെറി നിയമങ്ങൾ ഏതല്ലെന്നറിയാം, ഷൂട്ടിംഗ് അല്ലെന്നറിയാം. അതേതാണ്? ബോക്സിംഗ് ആണ്. കാരണം നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ, അതായത് ഈ ക്യൂൻസ്ബെറി നിയമങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അല്ലേ? അതെ, അതാണ് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഓപ്ഷൻ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ വായിക്കണം, നിങ്ങളുടെ ഉത്തരം അവിടെ കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത്, ഗോവർദ്ധന്റെ യാത്രകൾ ആരുടെ പുസ്തകമാണ്? ഗോവർദ്ധന്റെ യാത്രകൾ ആരുടെ പുസ്തകമാണ് ചോദ്യം. ഗോവർദ്ധന്റെ യാത്രകൾ ആരുടെ പുസ്തകമാ? ഓപ്ഷൻ സി ആനന്ദിന്റെ പുസ്തകമാണ്. ആനന്ദിന്റെ പുസ്തകമാണ് ഗോവർദ്ധന്റെ യാത്രകൾ. അടുത്ത്, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഏതാ? വളരെ കമന്റ് ചെയ്തേ. ശബ്ദചിത്രം ഓപ്ഷൻ ഡി ബാലനാണ് കേട്ടോ. വിഗതകുമാരൻ ആദ്യ സിനിമയിൽ ബാലൻ എന്താണ്? ആദ്യ ശബ്ദചിത്രവുമാണ്. ആദ്യ ശബ്ദചിത്രവുമാണ്. ഓക്കെ. അടുത്ത്, താഴെ കൊടുത്തതിൽ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഏതൊക്കെ? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കാദംബരി, പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നീലനദി, മലബാർ മനോഹരി. മലബാർ മനോഹരി. കമന്റ് ചെയ്തേ. ഏത് ആൻസർ? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങള്. ഓപ്ഷൻ എ 1 ഉം 4 ആണ്. 1 ഉം 4 ആണ്. ഓക്കെ. ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ മനസ്സിലായിക്കോ. ചിത്രകാരന്മാർ, അതായത് നമുക്ക് ചിത്രകലയിൽ നിന്ന് ചോദ്യം വരുന്നത് കൊണ്ട് ഈ ചിത്രകാരന്മാരും അവരുടെ രചനകളും ചോദിക്കുന്നുണ്ട്. മനസ്സിലായ? ഓക്കെ. മൈക്കൽ ആഞ്ചലോ, പ്ലാവോ പിക്കാസോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം വരുന്നുണ്ട്. പിന്നെ ഈ കേരളം, ഇന്ത്യയിലൊക്കെ എന്തൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മളത് റിവിഷൻ ചെയ്യും. ചിത്രകാരന്മാരും ചിത്രവും റിവിഷൻ ചെയ്യും. ഓക്കെ, ശരി. നിങ്ങൾ ജോബിൻ സെന്ററിൽ പറഞ്ഞിട്ടുണ്ട് അത് നോട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കിട്ടേണ്ടതായിരുന്നു പഠിച്ചു വെക്കണം. അത് ചോദിക്കുന്ന സാധനമാണ്. അത് ചിലപ്പോൾ റാങ്ക് മേക്കേണ്ടി കയറി വരും അത്. അടുത്ത്, ചുവടെ നൽകിയതിൽ തെറ്റായ പ്രസ്താവന ഏത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ചോദ്യം. ഏതാ? ഓപ്ഷൻ സി 2ഉം 3ഉം തെറ്റാണല്ലേ? 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ. കാരണം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലേ? സ്റ്റേറ്റ് PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണോ? അല്ല, ഗവർണർ നിയമിക്കുന്നു. നീക്കം ചെയ്യുന്നത് ആരാ? ഗവർണർ നിയമിക്കുന്നു, നീക്കം ചെയ്യുന്ന പ്രസിഡന്റ്. ഗവർണർ നിയമിക്കുന്നു, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. വളരെ ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ഏത് ജില്ലയിൽ ദുരന്തം ഉണ്ടായാലും തിരുവനന്തപുരത്തുകാർ വരണം എന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. വേറെ ജില്ലയിലൊക്കെ കോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തങ്ങളെല്ലാം തിരുവനന്തപുരത്തു നിന്നാണ്. അതങ്ങനെയല്ല, തെറ്റാണ്. ഓക്കെ. ഓക്കെ. തൈക്കാടല്ല അതിന്റെ ആസ്ഥാനം. നമ്മളത് ഇവിടെ ഒബ്സർവേറ്ററി ഹിൽസ് നമ്മളെ ഇവിടെയാ വരുന്നത്. നമ്മുടെ ഈ കവടിയാറല്ല, നമ്മളെ മറ്റേ മ്യൂസിയത്തിനുണ്ട്, വെള്ളയമ്പലം. ജലഭവന്റെ എന്താ അവിടെ ഇരുന്നാൽ കാണാവോ? എവിടെ ഇരുന്നാൽ കാണാവോ എന്ന്? ദുരന്തോ? എന്റെ വീട്ടിൽ ഇരുന്നാല? എന്റെ വീട്ടിൽ ഇരുന്ന ദുരന്തങ്ങൾ വേണമെങ്കിൽ കാണാം. ദുരന്തം കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം.
കേട്ടാ. നിങ്ങള് തമ്പാനൂർ ഇറങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബസ്സിൽ കയറിയിട്ട് സ്പെൻസർ ജംഗ്ഷൻ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ കുറച്ചങ്ങോട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് അങ്ങ് നടന്നാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. നിയമസഭ അതല്ല, അവിടെ പോയി നോക്ക്. അടുത്ത ചോദ്യം, വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതി. സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. അവിടെ ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. വയോമിത്രം പദ്ധതി കേട്ടാ, 65 വയസ്സിന് മുതൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്നു. ഓക്കെ, സംസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കുന്നത്.